ഇന്നത്തെ എന്റെ യാത്ര 16 വയസ്സ് പ്രായമുള്ള, ജനിച്ചപ്പം മുതലേ 2 കൈയും 2 കാലും ഇല്ലാത്ത എന്റെ മോളെക്കാൾ 2 വയസ്സിന് മൂത്ത ഒരു മോളെ കാണാനാണ് ഞാൻ പോണത്. 16 വയസ്സ് പ്രായമുള്ള ഒരു മോളാണ് സന്ധ്യ തിരുവനന്തപുരത്ത് കോവളത്താണ് താമസിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ കരുതുമായിരിക്കും, എങ്ങനെ നമ്മൾ അവരെ സഹായിക്കുമായിരിക്കും. ഇത് നമ്മളെ അനിയത്തിയാണ് സന്ധ്യ. ഒരു വല്ലാത്ത ജീവിതമാണ്. അതിലൊക്കെ പുറമെ നല്ലൊരു കലാകാരിയാണ്. സന്ധ്യയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ ഒന്ന് മാറ്റി അവൾക്ക് നല്ലൊരു വീട് വെക്കണം. അവളുടെ വീടിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് വന്ന് കണ്ടതാണ്. അമ്മൂമ്മയും അപ്പനും പിന്നെ അവരുടെ അമ്മയുടെ സഹോദരങ്ങളെല്ലാം കൂടെ സന്ധ്യയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അവരുടെ കുടുംബ വീട് സന്ധ്യക്ക് കൊടുത്തതാണ്. പക്ഷേ ഏതാണ്ട് 25 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. ഈ വീട് താമസയോഗ്യമല്ല. എപ്പോൾ വേണോ പൊളിഞ്ഞു വീഴാം. വേറെ ആരും അവരെ സഹായിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇതുവരെ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല. ഒരുപാട് പേര് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഇതുവരെ സന്ധ്യനെ ഒന്നും സഹായിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ സന്ധ്യനെ ഒന്ന് സഹായിക്കണം. സന്ധ്യയ്ക്ക് ഒരു വീട് വയ്ക്കണം. അതാണ് സന്ധ്യയുടെ ആവശ്യം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സന്ധ്യയുടെ അമ്മയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കാം. ചെറുതാണേലും വലുതാണേലും ഒന്ന് കൊടുത്ത് സഹായിച്ച വലിയ ഉപകാരവും വലിയ അനുഗ്രഹിക്കും. കാരണം ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. കാരണം സ്വന്തമായിട്ട് അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണത് ഉള്ളത്, നമ്മുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ്. ഒരു വീട് വയ്ക്കണം എത്രയും പെട്ടെന്ന്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു വഴിയുണ്ട്. പറ്റുമെങ്കിൽ ആ വഴിയും കൂടെ ഒന്ന് ശരിയായി കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. എന്തായാലും വീട് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളെ കടമ. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സഹായിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് സഹായിക്കണം. കൂടെ നിന്നാൽ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് സന്ധ്യയ്ക്ക് ഒരു വീട് 2 മാസത്തിനകത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നിങ്ങളെ സഹായം ഒരുപാട് അത്യാവശ്യമാണ്. നിങ്ങളെ സഹായം വേണം ഉറപ്പായിട്ടും.